ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അൺബോക്സിംഗ് എല്ലാമാണ് ചെയ്യുന്നത്. ഈ ഒരു മൗസിൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത്. കുറച്ച് പ്രത്യേകതകളെല്ലാം ഉള്ള ഒരു മൗസാണിത്. അതായത് നമുക്ക് റീസണബിളായ ഒരു പ്രൈസിൽ ഒരു വയർലെസ് മൗസ് എല്ലാം വാങ്ങണമെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു മൗസ് എല്ലാം നിങ്ങൾക്ക് വാങ്ങാം. ലോജിടെക്കിൻ്റെ പെബിൾ മൗസ് 2 M50S എന്നാണ് ഈ ഒരു മോഡലെല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാം. അതുപോലെ ഇതൊന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ കവർ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാം ബ്ലൂടൂത്ത് വഴിയാണ് നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു ബ്ലൂടൂത്ത് സിമ്പൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഈ ഒരു സൈഡിലായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 24 months ബാറ്ററി ലൈഫ് എല്ലാം കിട്ടുമെന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഒരു സൈഡിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൗസിനോടൊപ്പം കിട്ടുന്നത് ഇതിനെക്കുറിച്ചെല്ലാമാണ്. അതായത് മൗസ്, അതുപോലെ ഒരു ബാറ്ററി, അതുപോലെ കുറച്ച് ഡോക്യുമെൻറ്റേഷൻ, ഇതിൻ്റെ പിക്ചറെല്ലാമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാമാണ് നമുക്ക് ഈ ഒരു മൗസിനോടൊപ്പം ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൗസിൻ്റെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് 3 PC അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായെല്ലാം നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ മറ്റു ഡിവൈസുമായി ഇത്തരത്തിൽ 3 എണ്ണത്തിൽ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സൗണ്ട് ഒന്നും തന്നെ വരുന്നില്ല. സാധാരണ നമ്മൾ മൗസ് എല്ലാം ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലൊരു സൗണ്ട് എല്ലാം വരാറുണ്ട്, എന്നാൽ ഇത് വളരെ സൈലൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്രത്യേകത നമുക്ക് ഈ ഒരു മോഡലിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ കുറച്ച് നീളമുള്ള ഒരു മൗസ് എല്ലാമാണ്. എന്നാൽ ഇതിൽ എനിക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കംഫർട്ടബിൾ എല്ലാം കുറവായി തോന്നുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, നേരത്തെ ഞാൻ യൂസ് ചെയ്തിരുന്ന ഈ ഒരു മൗസ് ഇത് നമുക്ക് കുറച്ചുകൂടി ഇതിൻ്റെ ഷേപ്പ് എല്ലാം തന്നെ വളരെയധികം കംഫർട്ടബിളായി ഫീൽ ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇത് ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനാൽ തന്നെ ഈ ഒരു സുഖം എനിക്ക് ഈ ഒരു മൗസിൽ ലഭിക്കുന്നില്ല. ചിലപ്പോൾ ഒരുപക്ഷെ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു വ്യത്യാസമെല്ലാം ഇതെല്ലാം തന്നെ നമുക്ക് ഓക്കെ ആയി ഫീൽ ചെയ്യാം. എന്തായാലും ആദ്യം എനിക്ക് യൂസ് ചെയ്തപ്പോഴുള്ളൊരു തോട്ടാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ബാറ്ററി എല്ലാം മാറ്റണമെങ്കിൽ വളരെ ഈസിയായി നമുക്ക് ഇവിടെ ഇത്തരത്തിൽ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ കവറെല്ലാം ഇതുപോലെ ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഇവിടെ കുറച്ച് മാഗ്നറ്റ് എല്ലാമാണ് വന്നിരിക്കുന്നത്. ഈ ഒരു മാഗ്നറ്റ് യൂസ് ചെയ്താണ് ഇവിടെ ഇത്തരത്തിൽ ഇത് നമുക്ക് ക്ലോസ് ചെയ്യാനെല്ലാം സാധിക്കുക. അപ്പോൾ വളരെ ഈസിയായി നമുക്ക് ബാറ്ററി എല്ലാം ചേഞ്ച് ചെയ്യണമെങ്കിലെല്ലാം ഇവിടെ നിന്ന് നമുക്ക് ബാറ്ററി റിമൂവ് ചെയ്യാനും അതുപോലെ ബാറ്ററി റീപ്ലേസ് ചെയ്യാനെല്ലാം സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ വളരെ സിമ്പിൾ ആയ ഒരു മൗസാണിത്. ലോജിടെക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ദീർഘകാലം എല്ലാം നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇത്തരത്തിൽ ഈ ഒരു ലോജിടെക്കിൻ്റെ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന മൗസ് ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ്. അതുപോലെ ഒരുപാട് കാലമായി ഞാൻ ഇത് യൂസ് ചെയ്യുന്നു. ഇപ്പോഴും ഇതിന് പ്രശ്നമൊന്നുമില്ല. അതിനാൽ തന്നെ ഈ ഒരു മൗസ് ഞാൻ വീണ്ടും ഈ ഒരു കമ്പനിയുടെ തന്നെ വാങ്ങാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ ഈ ഒരു ഷേപ്പുമായി ഇത്തരത്തിലാണ് വന്നിരുന്നതെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇനി നമുക്ക് ഇത് യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഇതിൽ പ്രശ്നമെല്ലാം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും കമൻ്റ് എല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു മൗസ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു മൗസ് എന്ന് പറയുന്നത് ഇതിൻ്റെ മോഡൽ M170 എന്ന മോഡലാണിത്. വളരെ നല്ല ഒരു മൗസ് തന്നെയാണ്. എന്തായാലും നിങ്ങൾ ഏതാണ് മൗസ് എല്ലാം യൂസ് ചെയ്യുന്നത്, അതുപോലെ നിങ്ങൾ ഏത് ബ്രാൻഡിൻ്റെ മൗസ് എല്ലാമാണ് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാം തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു മൗസ് ഇതെല്ലാം തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സിസ്റ്റവുമായി കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ഈ ഒരു ബട്ടണിൽ ഇവിടെ ഒരു റൗണ്ട് ബട്ടൺ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു പെയറിംഗ് മോഡ് എല്ലാം തന്നെ എനേബിൾ ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു മൗസ് എല്ലാം തന്നെ ഡിറ്റക്റ്റ് ആകുന്നത് കാണാം. അതായത് നിങ്ങളുടെ ബ്ലൂടൂത്ത് എല്ലാം ഓൺ ചെയ്യുമ്പോൾ ഡയറക്റ്റായി നിങ്ങൾക്ക് ഇത് ഓണായി കാണാം. ഇതിൽ ജസ്റ്റ് കണക്റ്റ് എന്ന് കൊടുത്താൽ നമുക്ക് ഈ ഒരു മൗസ് ഇത് നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ മാക്ബുക്കിൽ അല്ലെങ്കിൽ PC-യിൽ കമ്പ്യൂട്ടറിലെല്ലാം തന്നെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാനെല്ലാം സാധിക്കും. വളരെ ഈസിയായി നിങ്ങൾക്കിത് കണക്റ്റ് ചെയ്യാം. അതിനായി നിങ്ങൾ പ്രത്യേക ഡോങ്കിൾ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ ഒരു മോഡലിലാണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഒരു ഡോങ്കിൾ എല്ലാം നൽകുന്നുണ്ട്. ആ ഒരു ഡോങ്കിൾ നമ്മൾ USB പോർട്ടിൽ കണക്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മൗസ് എല്ലാം കണക്ട് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് ബ്ലൂടൂത്ത് വഴി നമുക്ക് സിസ്റ്റത്തിൽ, അതായത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ബ്ലൂടൂത്ത് ഉണ്ടെങ്കിൽ അത് ഓൺ ചെയ്തതിന് ശേഷം ഡയറക്റ്റായി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൗസാണിത്.
അപ്പോൾ ഇതെല്ലാമാണ് ഈ ഒരു മൗസിനെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്